ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിങ്ങളൊരു നല്ല ഓൾ റൗണ്ടർ ലാപ്ടോപ്പ്, ലോട്ട് ഓഫ് AI ഫീച്ചേഴ്സ് അടക്കമുള്ള ഒരു ഓൾ റൗണ്ടർ ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ഐറ്റം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഒന്ന് പരിചയപ്പെടുത്തരാം. നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയാലും ശരി, ഓഫീസ് സ്റ്റാഫ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും AI ഫീച്ചേഴ്സ് നിറച്ചുള്ള ഈ ഒരു ലാപ്ടോപ്പ് ഉപകാരപ്പെടും. ഐഡിയാപാഡ് സ്ലിം 5 എന്ന് പറയുന്ന ലെനോവോ ലാപ്ടോപ്പാണ്. Ryzen AI 300 സീരീസ് ആണ് ഇതിനകത്ത് ഇരിക്കുന്നത്. സോ അതിൻ്റെതായ ഗുണങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ഈ ഒരു ലാപ്ടോപ്പിന്റെ അൺബോക്സിംഗ് ചെറുതായിട്ടൊന്ന് കാണിക്കാം. ഈ കാണുന്ന ഒരു ബോക്സിലാണ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് വന്നത്. അതിനകത്ത് ഇങ്ങനെയാണ് ലാപ്ടോപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ഇത് കൂടാതെ 65 വാട്ടിന്റെ ഒരു ചാർജർ, അതേപോലെ കുറച്ച് ഡോക്യുമെന്റേഷൻ കാര്യങ്ങളും ഇത്രയുമാണ് ബോക്സിൽ ഉണ്ടായിരുന്നത്. അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. ലാപ്ടോപ്പ് നമുക്ക് കയ്യിലോട്ട് എടുക്കാം. ഇതാണ് ലെനോവോ ഐഡിയാപാഡ് സ്ലിം 5. തീർച്ചയായിട്ടും ഇതൊരു ഓൾറൗണ്ടർ ലാപ്ടോപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റഡാറിൽ ഇത് വെക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഒരു പർച്ചേസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഉപകാരപ്പെടും. ഈ ലാപ്ടോപ്പിനെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ ലെനോവോയും അതേപോലെ തന്നെ AMDയുമായിട്ടുള്ള ഒരു കൊളാബറേഷനിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മുഴുവനായിട്ട് വീഡിയോ കണ്ടു നോക്കുക. ആദ്യം തന്നെ ഈ ഒരു ലാപ്ടോപ്പിന്റെ ഡിസൈൻ ഒരു സാധാരണ ഡീസൻ്റ് ആയ ഒരു നോർമൽ ലാപ്ടോപ്പ് ഡിസൈനാണ്. അലൂമിനിയം ബിൽഡാണ് വരുന്നത്. സ്ലിം ആയ ഡീസൻ്റ് ആയ വെയിറ്റിൽ വരുന്ന ഒരു ലാപ്ടോപ്പാണ്. ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒറ്റ കൈ കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് സിംഗിൾ ഹാൻഡ് ഓപ്പണിംഗ് ആണ് ഇതിൽ വരുന്നത് എന്നുള്ളത് വളരെ സൗകര്യപ്രദമായ ഒരു കാര്യമാണ്. ലൂണ ഗ്രേ കളറിലാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇതിൽ മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത്യാവശ്യം ഡ്യൂറബിൾ ആയ ലാപ്ടോപ്പാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ലൈറ്റ് കീബോർഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതേപോലെ അപ്വേർഡ് ഫയറിംഗ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ഡോൾബി സൗണ്ടും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ടച്ച് പാഡ് നല്ല ഇത്തിരി വലുപ്പം കൂടിയ സ്മൂത്തായ ടച്ച് പാഡാണ് കൊടുത്തിരിക്കുന്നത്. യാതൊരു ഇഷ്യൂ ഇല്ല. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട്, അതേപോലെ തന്നെ 2 A പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 C പോർട്ട് കൊടുത്തിരിക്കുന്നു. HDMI പോർട്ടും വരുന്നുണ്ട്. ഹെഡ്ഫോൺ ജാക്ക്, മൈക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പുറകിലാണെങ്കിൽ ഇവരുടെ ഐക്കോണിക്കായ ഹീറ്റ് വെന്റും കാര്യങ്ങളും. സോ ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. ഡീസൻ്റ് ആയ മിനിമൽ ഡിസൈനിലുള്ള നല്ല നൈസായ ഒരു ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം പറയേണ്ടത് ഇതിനകത്തിരിക്കുന്ന CPU ഏതാണെന്നുള്ളതാണ്. AMD Ryzen 7 350 എന്ന് പറയുന്ന CPU ആണ് ഇരിക്കുന്നത്. യാതൊരു വിഷയമില്ല. സാധാരണ യൂസിനൊക്കെ അടിപൊളിയാണ്. പിന്നെ എന്തിന് ഈ AI 300 സീരീസ് എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു AI സപ്പോർട്ട് വരുന്ന സീരീസാണ്. ഇൻഡസ്ട്രി ലീഡിംഗ് AI ആക്സിലറേഷൻ എന്നൊക്കെയാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും നല്ല രീതിക്ക് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ എനർജി എഫിഷ്യൻ്റ് ആണ്. നമുക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് ബാറ്ററി കിട്ടുന്നുണ്ട്. 65 വാട്ട് അവറിൻ്റെ ബാറ്ററിയാണ് ഈ ഒരു ലാപ്ടോപ്പിൽ വരുന്നത്. അത് തന്നെ നമുക്ക് 24 മണിക്കൂർ തുടർച്ചയായിട്ട് സുഖമായിട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ കാരണം ഇത്ര AI ഫീച്ചേഴ്സ് ഉണ്ടായിട്ടും അതിൻ്റെതായ ഒരു ഒപ്റ്റിമൈസേഷനും കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഈ ഒരു ലാപ്ടോപ്പ് നെക്സ്റ്റ് ജനറേഷൻ AI ഫീച്ചേഴ്സിന് വേണ്ടി റെഡിയാണെന്നാണ് പറയുന്നത്. അതായത് അടുത്ത AI ഫീച്ചറുകൾ എന്തൊക്കെ വരാൻ പോകുന്നുണ്ടോ അതൊക്കെ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ തക്ക ശേഷിയിലാണ് ഇതിൻ്റെ ഈ ഒരു CPU സെറ്റപ്പ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു CPUവിൻ്റെ ഗുണം അതാണ്. നെക്സ്റ്റ് ഒരു ഫ്യൂച്ചർ പ്രൂഫായ ഒരു CPU ആണ്. അതിനെക്കുറിച്ചും പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം. അതിനുമുമ്പ് നമുക്ക് ആദ്യം പറയേണ്ടത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ന്യൂ ജനറേഷനിൽപ്പെട്ട AI ഫീച്ചറുകളെ കുറിച്ച് തന്നെയാണ്. ആദ്യം നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഐഡിയാപാഡിൻ്റെതായ ബേസിക് ആയിട്ടുള്ള AI ഫീച്ചറുകൾ. സ്മാർട്ട് പവർ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വർക്ക് ഫ്ലോയ്ക്ക് അനുസരിച്ചുകൊണ്ട് സ്മാർട്ടായിട്ട് ഇതിൻ്റെ പവർ കൺസംഷനും കാര്യങ്ങളും കൺട്രോൾ ചെയ്യും. അതിലൂടെ ഹീറ്റും കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് വളരെ നൈസായിട്ടുള്ള ഒരു യൂസ് നമുക്ക് കിട്ടും. അതായത് കൂടുതൽ ബാറ്ററി ലൈഫ് കിട്ടും. അതേപോലെ തന്നെ സ്മാർട്ട് വയർലെസ് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഏറ്റവും ബെറ്റർ ആയ രീതിയിൽ നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന ഒരു സൗകര്യം. പിന്നെ നാച്ചുറൽ ഫയൽ ഗാർഡ്, നമ്മൾ ഇതിനകത്ത് ഇരിക്കുന്ന ഫയലുകൾ പെൻ ഡ്രൈവ് വെച്ച് ആൾക്കാർ സ്റ്റീൽ ചെയ്ത് കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടി ഹാർഡ് ഡ്രൈവിൽ തന്നെ പാസ്വേഡ് പ്രൊട്ടക്ഷനും കാര്യങ്ങളും കൊടുക്കുന്ന നാച്ചുറൽ ഫയൽ ഗാർഡ്. പിന്നെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് സൂപ്പർ റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം, വീഡിയോ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്ത് കാണിക്കുന്ന ബെറ്റർ ക്വാളിറ്റി തരുന്ന സൂപ്പർ റെസൊല്യൂഷൻ സംവിധാനങ്ങളും ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ലെനോവോ ഐ കെയർ, നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ ലെനോവോ AIയുടെ ഭാഗത്ത് നിന്ന് ഈസി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എനേബിൾ ചെയ്യാൻ കഴിയുന്ന സംവിധാനമാണ്. നമുക്ക് ഐ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ സംവിധാനം ചെയ്യുന്നു ഈ ഡിസ്പ്ലേയുടെ ഭാഗത്ത് നിന്ന്. സോ അപ്പോൾ ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഈ ഒരു ലാപ്ടോപ്പിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത് കൂടാതെ മെയിൻ സംഭവങ്ങൾ എന്ന് പറയുന്നത് ഒരു പുതിയ AI വന്നിരിക്കുകയാണ്. ലെനോവോ AI നൗ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഇവിടെ ഞാൻ വിൻഡോ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട്, കണ്ടു നോക്കാം. ഈ ഒരു സംഗതി നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്. ആദ്യം കാര്യം പറയാം, ഇത് LLM ലാർജ് ലാംഗ്വേജ് മോഡലാണ്. നമുക്ക് ഇതിനകത്ത് ലോക്കലി തന്നെ ഈ ഒരു ലാപ്ടോപ്പിൽ തന്നെയുള്ള ഒരു AI സംവിധാനമാണ്. നിങ്ങളുടെ ഡാറ്റയൊന്നും വേറെ ഏതെങ്കിലും കമ്പനികളിലേക്കോ ക്ലൗഡിലേക്കോ ഒന്നും പോകുന്നു വിചാരിക്കേണ്ട. ഈ കമ്പ്യൂട്ടറിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ കാര്യങ്ങൾ നോക്കിയാൽ ഈ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുമ്പോൾ അതിൻ്റെ ലോക്കൽ ചാറ്റ് സംവിധാനങ്ങൾ നമുക്ക് കാണാം. അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിന് താഴെ നോളജ് അസിസ്റ്റന്റ്, അതായത് മൾട്ടിപ്പിൾ ഫയൽ ഫോർമാറ്റ് ഈ ഒരു നോളജ് അസിസ്റ്റന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പല രീതിയിലുള്ള ഡോക്യുമെന്റുകൾ, വേർഡ് ആയിക്കോട്ടെ, എക്സൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ PDF ആയിക്കോട്ടെ, പല രീതിയിലുള്ള ഡോക്യുമെന്റുകൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനും അതിലുള്ള ഡാറ്റകൾ ഈ AI മനസ്സിലാക്കി വെക്കുകയും ചെയ്യും. അങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് സൂക്ഷിക്കാം. ഇത് സൂക്ഷിക്കുമ്പോഴുള്ള ഗുണം സ്മാർട്ട് സെർച്ച് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. അതായത് സ്മാർട്ടായിട്ട് നമുക്ക് വേണ്ടി ഈ ഫയലിൽ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഈ AIയോട് പറഞ്ഞാൽ മതി, അത് നോർമൽ അതിൻ്റെ ഹെഡിങ് തന്നെ പറയേണ്ട, അതിനകത്തെ കണ്ടന്റ് പറഞ്ഞാൽ പോലും AI ആ കണ്ടന്റ് ഒക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് സെർച്ച് ചെയ്ത് കാര്യം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.
പിന്നെ പുതിയ ഫയലുകൾ നിങ്ങൾ ഇടുമ്പോൾ അതൊക്കെ ഓട്ടോ സിങ്കിലൂടെ സംഗതി കൃത്യമായിട്ട് സിങ്കായും കിടന്നോളും. പിന്നെ സ്മാർട്ട് ക്രിയേറ്റ്, നമുക്കിതിന് താഴെ എയുടെ ഒരു സെർച്ച് ബാർ കാണാം. ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാം, ഡോക്യുമെന്റുകൾ ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെ പലതും ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന സ്മാർട്ട് ക്രിയേറ്റ് സംവിധാനവും വരുന്നുണ്ട്. മൊത്തത്തിൽ നോളജ് അസിസ്റ്റന്റ് നമ്മുടെ കാര്യങ്ങളെല്ലാം ഓർത്ത് വെക്കുകയും നമുക്ക് വേണ്ടി കൃത്യസമയത്ത് അതെല്ലാം തരികയും ചെയ്യുന്ന ഓട്ടോ സിങ്കിലൂടെ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ആയിരിക്കുന്ന ഒരു നല്ല സെറ്റപ്പാണ് നോളജ് അസിസ്റ്റന്റ്. ഓർത്ത് വെക്കാം. രണ്ടാമത്തെ മെയിൻ ഹെഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം PC അസിസ്റ്റന്റ്. ഈ PC-യുമായി ബന്ധപ്പെട്ട, ഈ ലാപ്ടോപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഇതിന്റെ നോർമലായിട്ടുള്ള ഉള്ളിലുള്ള സെറ്റിംഗ്സുകളുടെ കാര്യങ്ങളെല്ലാം സെർച്ച് ചെയ്യാനും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു PC അസിസ്റ്റന്റ് നമുക്ക് പറഞ്ഞു തരും. അതനുസരിച്ചുകൊണ്ട് ഈസി ആയിട്ട് ചെയ്യാം എല്ലാ സെറ്റിംഗ്സിനെ കുറിച്ചും. അതായത് ക്വിക്ക് ആയിട്ടുള്ള ഒരു PC കൺഫിഗറേഷൻ അത് ഈസി ആയിട്ട് നമുക്ക് ഇതിലൂടെ ചെയ്യാം. പിന്നെ പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ നമുക്ക് ഇതിലൂടെ തന്നെ കൃത്യമായിട്ട് AI കൊണ്ട് പറഞ്ഞ് ഇതിന്റെ പെർഫോമൻസ് ഏത് രീതിയിൽ വേണമെന്നുള്ളത് ഒപ്റ്റിമൈസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വാറണ്ടി ഇൻഫർമേഷൻ, ഇതിന് എന്തെങ്കിലും വാറണ്ടി ഇഷ്യൂ നിങ്ങൾക്ക് വരികയാണെങ്കിൽ വാറണ്ടിയെ കുറിച്ച് അറിയാൻ ഇവിടെ തന്നെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് വാറണ്ടിയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ട്രബിൾ ഷൂട്ട്, ഡയഗ്നോസിസ് തുടങ്ങിയ കാര്യങ്ങൾ, എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ അതിന് ട്രബിൾ ഷൂട്ട് ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും ഈ AI പറഞ്ഞുതരും. PC അസിസ്റ്റന്റ് എന്ന് പറയുന്ന സംഗതി കൃത്യമായിട്ട് ഈ ലാപ്ടോപ്പിനെ നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ വേണ്ടുന്ന എല്ലാ ഹെൽപ്പും ചെയ്യുന്ന ഒരു സംവിധാനമാണ് PC അസിസ്റ്റന്റ്. സോ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് Lenovo AI Now എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. ഇനി ഇത് കൂടാതെ നമുക്ക് ഇതിനകത്ത് ലേണിംഗ് സോൺ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇതിനകത്ത് നമുക്ക് പലതരത്തിലുള്ള യൂസ്ഫുൾ ആയ കാര്യങ്ങളുണ്ട്. ഒന്ന് ലൈവ് ട്രാൻസ്ക്രിപ്റ്റ്. നിങ്ങളൊരു ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണെങ്കിലും ഇവിടെ നമുക്ക് ലൈവ് ട്രാൻസ്ക്രിപ്റ്റ് എന്നുള്ള ഭാഗത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു വോയിസ് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നടക്കുന്ന ലെക്ചറിനെ കൃത്യമായിട്ട് വോയിസ് റെക്കോർഡ് ചെയ്യും. പിന്നീട് അതിനെ നോട്ടാക്കി നമുക്ക് മാറ്റി തരുകയും ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ആ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ താഴെ നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ട്രാൻസ്ക്രിപ്റ്റായി, ആ ഓഡിയോ ട്രാൻസ്ക്രിപ്റ്റായി നോട്ടാക്കിയും വരുന്നുണ്ട്. സോ ഓഡിയോയും സേവ് ചെയ്ത് വെക്കാം, വേണമെങ്കിൽ നോട്ടും സേവ് ചെയ്ത് വെക്കാം. പിന്നെ പേഴ്സണലൈസ്ഡ് ഫയൽസിനെ നോട്ടാക്കി മാറ്റുന്ന പരിപാടി, അതായത് തൊട്ടിപ്പുറത്തെ ഓപ്ഷൻ. ഇവിടെ നമുക്ക് വേർഡ്, ടെക്സ്റ്റ്, PDF അങ്ങനെ എല്ലാ സംഭവങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കാണാം. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള പല ഡോക്യുമെന്റുകളും ഡൗൺലോഡ് ചെയ്യാം. ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നതിനെ ഷോർട്ടാക്കിയോ സമ്മറിയാക്കിയോ ഏത് രീതിയിൽ വേണമെങ്കിലും നോട്ടാക്കി സൂക്ഷിക്കാൻ സാധിക്കും. സോ ഇങ്ങനെ പലതരത്തിലുള്ള എഡ്യൂക്കേഷണൽ പരമായ കാര്യങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ നമുക്ക് ഈ ഒരു ലേണിംഗ് സോൺ എന്ന് പറയുന്ന സെക്ഷൻ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാം. സോ അപ്പോൾ ഇങ്ങനെയുള്ള AI ഫീച്ചേഴ്സിന്റെ ഒപ്പം തന്നെ നമുക്ക് കീബോർഡിൽ ഒരു കീ കൊടുത്തിട്ടുണ്ട്, കോപ്പൈലറ്റ് കീ. ഇത് ഈ അടുത്ത കാലത്ത് നമ്മൾ റിവ്യൂ ചെയ്ത പല Lenovo ലാപ്ടോപ്പിന്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. കോപ്പൈലറ്റ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം, എല്ലാതരം ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് മറുപടി തരുന്ന, വേണമെങ്കിൽ ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന കോപ്പൈലറ്റ് സംവിധാനം വരുന്നുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാനോ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഒക്കെ സാധിക്കുന്ന സൗകര്യം. സോ അങ്ങനെ AI പരമായിട്ട് മൊത്തത്തിൽ ഈ ഒരു ലാപ്ടോപ്പ് PC പരമായ കാര്യങ്ങൾക്കും ജോലിപരമായ കാര്യങ്ങൾക്കും എല്ലാതരം കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സെറ്റപ്പ് AI പരമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഈ സംഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ നിങ്ങളുടെ റഡാറിൽ വെക്കണം, എപ്പോഴെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് പറഞ്ഞത്. ഇനിയൊരു ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും AI ഫീച്ചേഴ്സൊക്കെ ഉള്ള ലാപ്ടോപ്പ് തന്നെ വാങ്ങിക്കണം, ഇല്ലെങ്കിൽ അബദ്ധമാകും. സോ അപ്പോൾ മെയിൻ ആയിട്ടുള്ള AI ഫീച്ചറുകൾ ഞാൻ പറഞ്ഞു. ഇനി ഇതിൻ്റെ ബാക്കി ഘടകങ്ങൾ കൂടി ചുരുക്കി ഒന്ന് പറയാം, ഒന്ന് അറിഞ്ഞിരിക്കാം. ഒന്ന് ഡിസ്പ്ലേ, നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്, അതായത് OLED ഡിസ്പ്ലേ ആണ്. അത് തന്നെ 14 ഇഞ്ചിന്റെ 2.8K വരുന്ന OLED ഡിസ്പ്ലേ ആണ്. നമുക്ക് യാതൊരു ഇഷ്യൂസും ഇല്ല. 400 നിറ്റ്സിന്റെ നോർമൽ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ഈവൻ സ്ലൈറ്റ് ആയിട്ട് നിങ്ങൾ പുറത്തൊക്കെ പോയിരുന്ന വർക്ക് ചെയ്യുകയാണെങ്കിൽ 500 നിറ്റ്സിന്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡും വർക്ക് ചെയ്യുന്നുണ്ട്. ലാപ്ടോപ്പിനെ സംബന്ധിച്ച് ഇത് ബെസ്റ്റാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഉപയോഗിച്ച് നോക്കിയെടുത്തോളം കൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. 100% DCI P3 സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഫുൾ HD ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് മുകളിൽ. നമുക്ക് അതിന് പ്രൈവസി ഷട്ടറൊക്കെ ഉണ്ട്, അത് വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അടച്ചിടാം, അല്ലാതെ തുറന്ന് കൃത്യമായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാം. അതിൻ്റെ ഒരു സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ വീഡിയോസ് ഒക്കെ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. നൈസ് ആയിട്ടുള്ളൊരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ നോക്കിയാൽ Windows 11 ആണ് വരുന്നത്. MS ഓഫീസ്, അതായത് ഈ ഓഫീസ് 2024 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. സോ വേർഡ്, എക്സൽ അങ്ങനെ സംഭവങ്ങളൊക്കെ ഇതിൽ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് തന്നെ വരുന്നുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിന്റെ പെർഫോമൻസ് ഒക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ AMD CPU ആണ്. Ryzen AI 7 350 എന്ന് പറയുന്ന CPU ആണ് വരുന്നത്. അത്യാവശ്യം നല്ല സെറ്റപ്പാണ്, നമുക്ക് യാതൊരു ഇഷ്യൂസും ഇതിന്റെ പെർഫോമൻസിൽ വന്നിട്ടില്ല. ഇതിൽ 24GB റാമും 1TB സ്റ്റോറേജും വരുന്നുണ്ട്. ഡുവൽ SODIMM സപ്പോർട്ട് ഉണ്ട്. അതേപോലെ തന്നെ DDR5D റാമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഡുവൽ സ്ലോട്ട് SSD സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലുള്ള ഡീസൻ്റ് ആയ ഒരു പെർഫോമൻസ് കിട്ടാൻ വേണമെന്ന സെറ്റപ്പ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ നമ്മളിപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി ഇത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഇതേ സെറ്റപ്പിൽ തന്നെ പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ലെനോവോയുടെ സൈറ്റിൽ കയറിയാൽ ഓട്ടോമാറ്റിക്കലി അവിടെ എല്ലാ സംഭവങ്ങളും കാണാം. അതായത് ഐഡിയ പാഡ്, യോഗ, ഫ്ലെക്സ്, ലോക്ക്, ലീജിയൻ, എല്ലാതരം ലാപ്ടോപ്പുകളും, ഗെയിമിങ്ങിന്റെ ലീജിയൻ അടക്കം എല്ലാ സംഭവങ്ങളും കാണാം. അതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ബിൽഡ് ചെയ്തെടുക്കാം. അതായത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഡിസ്പ്ലേ വേണം, നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഡിസ്പ്ലേ വലിയ അത്യാവശ്യം ഇല്ലെങ്കിൽ അത് മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ പ്രൊസസ്സർ ഇത് തന്നെ വേണ്ട, അല്ലെങ്കിൽ റാം ഇത് പോരാ, അല്ലെങ്കിൽ ഇത് വേണ്ട, അങ്ങനെ എന്തും നിങ്ങൾക്ക് മാറ്റാം. അതിനുള്ള ഓപ്ഷൻ ഇവിടെ സ്ക്രീനിൽ കാണാൻ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിലേക്കുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് നിങ്ങളുടെ ലാപ്ടോപ്പ് എടുക്കാൻ സാധിക്കും. അത് ഈസി ആയിട്ട് അവർ ഡെലിവറി ചെയ്ത് തരും. ഒപ്പം തന്നെ ആക്സിഡൻഷ്യൽ ഡാമേജ് പ്രൊട്ടക്ഷനും വരുന്നുണ്ട് ഇൻബിൽറ്റ് ആയിട്ട്. സോ അപ്പോൾ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൂടി എക്സ്ട്രാ കിട്ടുന്നത് നല്ല കാര്യമാണ്. ഇനി ഇതിൻ്റെ പ്രൈസ് ആൻഡ് ഓഫേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 86,990 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. എക്സ്ചേഞ്ച് ടോപ്പ് എന്ന് പറയുന്ന ഒരു ഓഫർ വരുന്നുണ്ട് 10,000 റുപ്പീസിൻ്റെ. അതേപോലെ തന്നെ ഓൾഡ് PC വാല്യൂ എന്ന രീതിയിലുള്ള ഒരു 10,000 റുപ്പീസിൻ്റെ ഓഫറും കൂടിയുണ്ട്. പിന്നെ ക്യാഷ് ബാക്ക്, ആക്സിസ് ബാങ്ക്, HDFC, SBI തുടങ്ങിയ ബാങ്കുകളുടെ കാർഡിന്മേൽ ക്യാഷ് ബാക്ക് ഓഫർ വരുന്നത് 5,000.
സോ ടോട്ടൽ ഈ ഓഫറുകളെല്ലാം കൂട്ടി നോക്കിയാൽ എഫക്റ്റീവ് പ്രൈസ് എന്ന് പറയുന്നത് 61,990 റുപ്പീസ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മന്ത്ലി EMI ആയിട്ട് കൊടുക്കാം 5199 എന്ന പ്രൈസ്. സോ അതും കൂടി കൂട്ടാം. അപ്പം നല്ല രീതിക്കുള്ള ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു ഓൾറൗണ്ടർ ലാപ്ടോപ്പ് വാങ്ങിക്കാൻ സാധിക്കും. ആ ഓഫറുകളൊക്കെ ഉള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു ലാപ്ടോപ്പ് അടിപൊളിയാണെന്ന് പറയാൻ കാരണം. ഇനി ഒരു സ്പെഷ്യൽ അഡീഷണൽ ഓഫർ കൂടി വരുന്നുണ്ട്. നിങ്ങളൊരു ക്രാക്കൻ പ്രോഡക്റ്റ്, അതായത് നിങ്ങളൊരു മൗസ്, ഈ കാണുന്ന മൗസ് ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ₹1 കിട്ടുമെന്നുള്ളതാണ്. അതിനുള്ള കൂപ്പൺ കൂടി ഞാൻ താഴെ കൊടുക്കാം. അത് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അത് ₹1 കിട്ടും. സോ തീർച്ചയായിട്ടും നല്ല ഡീലാണ്. സോ അതും ഉപയോഗിക്കുക. സോ എല്ലാത്തരം ഓഫറും ഉപയോഗിച്ചുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കാം. ലെനോവോ IdeaPad Slim 5 എന്ന് പറയുന്ന ലാപ്ടോപ്പാണ്. AI ഫീച്ചറുകൾ ഇഷ്ടം പോലെയുള്ള ഒരു ഓൾറൗണ്ടർ ലാപ്ടോപ്പ്. സോ അത്രയുമാണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ ഓവറോൾ എക്സ്പീരിയൻസും പ്രൈസ്, ഓഫേഴ്സ്, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. സംഗതി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.